നമുക്കറിയാവുന്ന പോലെ ഈ പരസ്യപ്രചാരണമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ 8 ദിവസം കൂടിയേ ഉള്ളൂ നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി. അതുകൊണ്ട് സ്ഥാനാർത്ഥികളും ഒക്കെ വമ്പൻ തിരക്കിലാണ്. ആ തിരക്കിനിടയിലും ഒരു സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഇന്ന് ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തേടനാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീ മനോജ് മൂത്തേടൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. പ്രചാരണ തിരക്കിലാണല്ലേ? അതെ അതെ അതെ. അപ്പം ഈ സ്ഥാനാർത്ഥി എന്തോ കേൾക്കാവോ? കേൾക്കാം. ഈ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട് ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ്? വളരെ നന്നായി പോകുന്നു. അതിരാവിലെ ഇറങ്ങും, മുഴുവൻ ആളുകളെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ എത്ര ശ്രമിച്ചാലും കാണാൻ കഴിയില്ല. പക്ഷെ കാണുന്ന ആളുകളുടെയൊക്കെ പ്രതികരണം വളരെ ആവേശകരമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണുള്ളത്. ആളുകൾ ആ തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഓക്കെ, എന്താണ് മുഖ്യ ചർച്ചാ വിഷയം? വികസനം തന്നെയാണോ? മണ്ഡലത്തിൽ ഇതുവരെ UDF ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വികസനം, ആ വികസനത്തിന്റെ തുടർച്ച? സ്വാഭാവികമായും നിലവിൽ 10 വർഷക്കാലം എൽദോസ് കുന്നപ്പള്ളി MLA നടത്തിയ വികസനം നമ്മൾ ജനങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം തുടങ്ങി വെച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു 50 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകണമെന്നുള്ള ഒരു വലിയ വികസന കാഴ്ചപ്പാട് കൂടി ജനങ്ങളുമായി പങ്കുവച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. ആളുകളിൽ നിന്ന് വലിയ പ്രതികരണം ആ നിലയിൽ ലഭ്യമാകുന്നുണ്ട്. 50 വർഷത്തിനപ്പുറത്തുള്ള ഒരു നാടിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചപ്പോൾ ആളുകൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം കതിരിൽ കൊണ്ട് വളം വെക്കുന്നതിനപ്പുറത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നാടിനെ എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ശ്രീ മനോജ് മുത്തൻ, ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ ഉയർത്തിക്കൊണ്ടാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം ഇവിടെ വന്നപ്പോൾ നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെയും ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ വലിയ പ്രചാരണ വിഷയമാണ്. അപ്പം അതൊക്കെ തന്നെയാണോ അവിടെയും? ജനങ്ങൾ അതിനോടൊക്കെയുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ആളുകൾ വലിയ താല്പര്യത്തിലാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സഹായമാകുന്ന പദ്ധതികളാണെന്ന് ആൾക്ക് ബോധ്യമുണ്ട്. കാരണം വനിതകളെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെ സംബന്ധിച്ച്, വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച്, പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ സുരക്ഷ, ഇൻഷുറൻസ് ഒക്കെ വരുന്നതോടുകൂടി ആളുകൾക്ക് വലിയ താല്പര്യമാണ്. കാരണം ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ സാഹചര്യത്തിൽ ആളുകൾക്ക് ഇത്തരത്തിലൊക്കെ ആനുകൂല്യം എന്ന് പറയാൻ കഴിയില്ല. ആളുകൾക്ക് ഇത്തരത്തിലുള്ള അവകാശമാണ്. ആ അവകാശം ലഭ്യമാക്കാൻ UDF മുന്നോട്ട് വരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. ആളുകൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയെ നമ്മൾ ആളുകളുമായി സംവദിക്കുമ്പോൾ ആളുകൾക്ക് വലിയ മതിപ്പാണ്. പിന്നെ ഞങ്ങളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നത് തെലങ്കാനയിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യം, രാജസ്ഥാനിൽ ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യം, ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ നടത്തിയ കാര്യങ്ങൾ നമ്മൾ അവർ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ആളുകൾ അതിനോടുകൂടി വലിയ നല്ല പ്രതികരണമാണ് അതിനോടുകൂടി ഉള്ളത്. ഓക്കെ, ഇപ്പം ഈ തുടക്കത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയും അദ്ദേഹവും പ്രചാരണത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പം മുൻ MLA നേതൃത്വത്തിൽ തന്നെയാണോ അവിടെ പ്രചാരണമൊക്കെ നടക്കുന്നത്? അതെ 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 അതെ. ബഹുമാന്യ MLA നേതൃത്വത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും നേതൃത്വം അവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ നേതൃത്വപരമായിട്ടുള്ള എല്ലാ ഇടപെടലുമുണ്ട്. വലിയ മുന്നേറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 ദിവസമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടായത്. പക്ഷെ അത് കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഓടി ഇപ്പോൾ വലിയ അനുകൂലമായ ഒരു ട്രെൻഡിലേക്ക് പെരുമ്പാവൂർ നീങ്ങുകയാണ്. UDF അനുകൂലമായി UDF വലിയ വിജയം നേടുന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ പറഞ്ഞു കാണല്ലോ, നിങ്ങളുടെയും സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരൊക്കെ, നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ യൂണിറ്റുകളെല്ലാം ഉണ്ടല്ലോ. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും പെരുമ്പാവൂരിൽ UDF ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പെരുമ്പാവൂർ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. യെസ്, ശ്രീ മനോജ് മോദൻ, നമ്മളിപ്പോൾ മറ്റ് ഈ ജില്ലകളിലൊക്കെ കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ ഈ പെരുമ്പാവൂരിലെ കാര്യം പറയുമ്പോഴത്തേനും. കാരണം ഇത്രയധികം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട ഒരു സ്ഥലം അത് വേറെ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ MLA ആയിക്കഴിഞ്ഞാൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ? ഉണ്ട്. നമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത്. 1 ലക്ഷത്തിലധികം ആളുകളുണ്ട് എന്നാണ് കണക്ക്. നമുക്ക് കൃത്യമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ വിവരശേഖരണം പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ സൗകര്യങ്ങൾ ഉണ്ടാകണം. കാരണം അവർ മനുഷ്യരാണല്ലോ, നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരല്ലേ. അവരിവിടെ വന്ന് ചെറിയ മുറികളിൽ 5, 6, 10 പേരൊക്കെ താമസിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് കുറെ കൂടി അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. പിന്നെ അവരിലൊരു ശുചിത്വ ബോധം ഉണ്ടാക്കാനുള്ള, കാരണം ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന ഒരു സാംക്രമിക രോഗങ്ങളിലൂടെ പൊട്ടിപ്പുറപ്പെട്ടാൽ പെട്ടെന്ന് പടർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ശുചിത്വ ബോധത്തെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരണം ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഒരു വ്യാപനം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിൽ കൃത്യമായ അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കണം.
എന്നാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഇവിടേക്ക് വരുന്ന മുഴുവൻ ആളുകൾ നമ്മൾ സ്വീകരിക്കും, അവർക്ക് എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കും. അവരിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള, കാരണം ഈ ലഹരിയുടെ വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. പുതിയ തലമുറയെ ഗ്രസിക്കുന്ന ലഹരിക്കെതിരായി ഒരു വലിയ ക്യാമ്പയിൻ MLA എന്നുള്ള നിലയിൽ ഞാൻ ഭാവിയിൽ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞ് ഞാനൊരു വലിയ ക്യാമ്പയിൻ ആലോചിക്കുന്നത്. കാരണം വഴിതെറ്റി പോകുന്ന യുവത്വം നമ്മുടെ നാട്ടിൽ ഒരു അപകടകരമായ സാഹചര്യമാണ്. ഒരുപാട് രക്ഷകർത്താക്കൾ, അമ്മമാർ കണ്ണീരോടുകൂടിയാണ് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കണം. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ വലിയ തോതിൽ ഇതിന്റെ വ്യാപനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടി നമുക്ക് ആ മേഖലയിൽ നിന്ന് കൂടി തന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. ശ്രീ മനോജ് മുതൽ, എനിക്കറിയാം അങ്ങ് തിരക്കിലാണ്, പ്രചാരണത്തിന് വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്കാണ് നമുക്കൊരു സമയം തന്നത്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഇപ്പം അങ്ങേ ഫ്രീ ആക്കി തരാം. ശ്രീ മനോജ് മുതൽ, ഇപ്പം ഈ പ്രചാരണ രംഗത്തെ അടക്കം ഒരു ചർച്ചയായിട്ട് വരുന്നത് FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. ക്രൈസ്തവ സഭകളൊക്കെ അതിലെ അവരുടെ ആശങ്കകളൊക്കെ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ ലോക്സഭയിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ പോവുകയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഈ കേരളത്തിൽ നിന്നുള്ള MP മാരൊക്കെയും അവിടെയുണ്ട്. ഇപ്പം സഭകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് താങ്കൾ. ഇപ്പം ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എത്ര കണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന കാര്യം ഒരു ആശങ്കയെ നിൽക്കുന്നു. ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ചയില്ല എന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പറയുന്നു. എന്താകും ഇതിന്റെ ഒരു ഭാവി, ശ്രീ മനോജ് മൂത്തേടൻ? സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരു ഓട്ടത്തിനിടയിൽ ഇതിന്റെ ആഴത്തിൽ ഇതിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ഒരു എന്താ പറയുക, എല്ലാ വിശ്വാസങ്ങളെയും പുലർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു നിയമവും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ ആളുകളും വിശ്വാസത്തിലെടുത്ത് ഏത് തീരുമാനം നടപ്പിലാക്കാൻ പാടുള്ളൂ. കേന്ദ്ര സർക്കാർ കുറെ നാളുകളായി നടപ്പിലാക്കുന്ന കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഓരോ വിഭാഗം വിശ്വാസികളെയും ബാധിക്കുന്നു എന്നുള്ളത് വലിയ ചർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന തീരുമാനങ്ങൾ, നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല ഭരണകൂടത്തിന്റെ ഭാഗത്ത്. കാരണം ജനങ്ങൾക്ക് സന്തോഷത്തോടെ, ഇപ്പൊ വികസനം എന്ന് പറയുന്നത് എന്താണ്? വികസനം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരും സന്തോഷത്തോടു കൂടി, സംതൃപ്തിയോടു കൂടി, വളരെ സംയമനത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യമാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് ഇതിന്റെ ഒരു ആഴത്തിൽ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി രാത്രി വരെയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ശ്രീ മനോജ് മുത്തേടൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും. ഇന്നൊരു നല്ല ദിവസമാകട്ടെ. ഒപ്പം വിജയാശംസകൾ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. പെരുമ്പാവൂര് കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. അതിനുള്ള ഒരു എല്ലാ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉറപ്പായും.